ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി ഇന്ന് ലോകത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യവസായം എന്നിങ്ങനെ കടന്നു ചെല്ലാത്ത മേഖലകൾ വളരെ ചുരുക്കമാണ്. ഇതൊരു വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ് ഇന്ന്. ജഡ്ജിമാർ AI ടൂളുകൾ ഉപയോഗിക്കരുത് എന്ന വാദം എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ജഡ്ജിമാർ AI ടൂളുകൾ ഉപയോഗിക്കരുത് എന്ന വാദിക്കുന്നവരുടെ പക്ഷം നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ ഈ AI ടൂളുകൾ പല സിസ്റ്റങ്ങളും ഒരു ബ്ലാക്ക് ബോക്സ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു പ്രത്യേക നിധിയിലേക്ക് AI എങ്ങനെ എത്തിച്ചേർന്നു എന്ന് വ്യക്തമായി വിശദീകരിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ഒരു തെറ്റായ വിധി AI നിർദ്ദേശിച്ചാൽ ആരാണ് അതിന് ഉത്തരവാദി, ആരാണോ അത് ഉണ്ടാക്കിയത് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് ജഡ്ജിമാർ തന്നെയാണ്. അതായത് മനുഷ്യർക്ക് സാധാരണമായുള്ള യുക്തിയും സാമാന്യബോധവും സാഹചര്യങ്ങൾ വിലയിരുത്താനുമുള്ള കഴിവും AIക്കില്ല എന്നതാണ് സത്യം. നിയമത്തിലെ സൂക്ഷ്മമായ കാര്യങ്ങളും ഭാഷയുടെ വ്യാഖ്യാനങ്ങളും മനുഷ്യന്റെ ഉദ്ദേശശുദ്ധിയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് AI കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.